കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് ചെയ്ത് വെക്കുന്ന ഇപ്പോൾ ഏറ്റവും കൂടുതൽ കമൻസിൽ കാണുന്ന ഒരു മിസ്റ്റേക്കിനെ പറ്റിയിട്ടാണ്, 2 മിസ്റ്റേക്കിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓവുലേഷൻ നടക്കുന്ന സമയത്തും അതിന് മുൻപുള്ള സമയത്തും നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. നാച്ചുറലി പ്രഗ്നൻസി നോക്കുന്ന ആളുകൾ ഓവുലേഷൻ ദിവസത്തെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും അതല്ലാതെ കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റാത്തവരെ നിങ്ങൾക്ക് പീരീഡ്സ് എപ്പോഴാണോ കഴിയുന്നത് ആ കഴിയുന്ന ദിവസം മുതൽ അല്ലെങ്കിൽ ഒരു പീരീഡ്സിൻ്റെ 10th ഡേ മുതൽ എപ്പോഴാണോ ഓൾമോസ്റ്റ് നിങ്ങൾ അടുത്ത പീരീഡ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ 10th ഡേ വരെ നിങ്ങൾ ചെയ്യുന്നത് പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള ചാൻസസ് വർദ്ധിപ്പിക്കുന്നുണ്ട്. കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾക്ക് ഓർഗാസം സംഭവിക്കുന്നില്ലെങ്കിലും സ്ത്രീകൾക്ക് ഫോർപ്ലേ കിട്ടുന്നില്ലെങ്കിലും അവർ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഫോർപ്ലേയോ അല്ലെങ്കിൽ ഓർഗാസമോ സ്ത്രീകൾക്ക് കൊണ്ടുവന്ന് തരുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്ലഷർ നമ്മൾ എൻജോയ് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ സെർവിക്സ് നല്ലതുപോലെ വികസിക്കുകയും അതിന് ചുറ്റുമുള്ള പേശികളൊക്കെ നല്ലതുപോലെ വികസിച്ചിട്ട് ഒരുപാട് സെമനെ ഹെൽത്തി ആയിട്ട് ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു പാത്ത് ഇത് ഒരുക്കി കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. നോർമലി ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ഒരു ലൂബ്രിക്കേഷൻ ഉണ്ടാകുന്ന ഒരു ജെല്ല് അല്ലെങ്കിൽ ലൂബ്രിക്കേഷൻ ഉണ്ടാകുന്ന ഒരു ഡിസ്ചാർജ് പലർക്കും വജൈനയിൽ നിന്ന് വരാറുണ്ട്. ഏകദേശം നിങ്ങളുടെ ആ ഒരു പച്ചമുട്ടയുടെ വെള്ള പോലെയുള്ള ഒരു ടെക്സ്ചറിലുള്ള ഡിസ്ചാർജ് ആയിരിക്കും പലർക്കും ഉണ്ടാകുന്നത്. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത് പോലെയുള്ള ഈ ഒരു ഡിസ്ചാർജ് തരുന്ന ബെനഫിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ അകത്തേക്ക് ആ ഒരു സെമൻ കൃത്യമായിട്ട് പ്രവേശിക്കുന്നതിനും അകത്ത് കയറുന്ന സെമന് ആ എഗ്ഗ് വരുന്നത് വരെ കുറച്ചധികം നാൾ ശരീരത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു എനർജി കൊടുക്കുന്നതിനുമൊക്കെയാണ് ഈ ഒരു ഡിസ്ചാർജ് സഹായിക്കുന്നത്. ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത്, അതായത് ഫിസിക്കൽ കോണ്ടാക്ട് നടക്കുന്ന ഒരു സമയത്ത് ആ ഒരു പ്രോസസ്സിൽ 2 പേരും കംഫർട്ടബിൾ ആകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിസ്ചാർജ് സഹായിക്കുന്നുണ്ട്. കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾക്ക് ഡിസ്ചാർജ് ഇല്ല, ലൂബ്രിക്കേഷൻ ഇല്ല, അവിടെ വജൈന ഡ്രൈ ആണെങ്കിൽ പുരുഷൻ്റെ മെയിൽ ഓർഗൺ അകത്തേക്ക് കടന്നു പോകുമ്പോഴേക്കും പുരുഷനും പാർട്ട്ണർക്കും വേദന ഉണ്ടാകും, നിങ്ങൾക്കും അതിനനുസരിച്ച് ഇറിറ്റേഷനും വേദനയും ഒക്കെ ഉണ്ടാകും. എങ്ങനെയെങ്കിലും ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ളൊരു ടെൻഡൻസി ആയിരിക്കും 2 പേർക്കും ചിലപ്പോൾ ഉണ്ടാവുന്നത്. ഓവുലേഷന് വേണ്ടിയിട്ട് മാത്രം ട്രൈ ചെയ്യുന്നവർ അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് മാത്രം നോക്കാം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ആളുകളുമുണ്ട്. ഓരോരുത്തരുടെ സിറ്റുവേഷൻ കൊണ്ടും വിവാഹം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങളായതുകൊണ്ടുമാണ് പലർക്കും ഇങ്ങനെയുള്ളൊരു തെറ്റ് ചെയ്യേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ പലരും ചെയ്തു വെക്കുന്ന മിസ്റ്റേക്സിൽ ഏറ്റവും ആദ്യത്തേതാണ് കോക്കനട്ട് ഓയിൽ ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. കോക്കനട്ട് ഓയിലിനെ ഒരിക്കലും നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. കോക്കനട്ട് ഓയിൽ നിങ്ങൾ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ അതിന് വഴുവഴുപ്പുണ്ടാകും. ഇത് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഏരിയ ഡ്രൈ ആണെങ്കിൽ ഇത് നിങ്ങൾ ആ ഒരു ഭാഗത്തോ അല്ലെങ്കിൽ ഇപ്പോൾ പുരുഷൻ്റെ മെയിൽ ഓർഗണിലോ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സ്മൂത്ത് ആയിട്ട് അകത്തേക്ക് എൻ്റർ ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അത് വാസ്തവമാണ്. നിങ്ങൾക്ക് ആ ഒരു പ്രോസസ്സ് 2 പേർക്കും എൻജോയബിൾ ആയിട്ട് തന്നെ മാറുകയും ചെയ്യും. പക്ഷേ നോർമലി നിങ്ങൾ പ്രഗ്നൻസി നോക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് 100% നാച്ചുറൽ ആണ്. നിങ്ങൾക്ക് വേറെ സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല. അതുപോലെ പ്രോസസ്സ് മാക്സിമം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ടും സാധിക്കുന്നു. പക്ഷേ നിങ്ങൾ പ്രഗ്നൻസി നോക്കുന്ന ഒരാളാണെങ്കിൽ ലൂബ്രിക്കൻ്റ് ആയിട്ട് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൂബ്രിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കോക്കനട്ട് ഓയിൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ സ്പേമിൻ്റെ മോട്ടിലിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. മോട്ടിലിറ്റി എന്ന് പറയുന്നത് സെമൻ്റെ എബിലിറ്റി ടു സ്വിം, ആ ഒരു എബിലിറ്റിയാണ് മോട്ടിലിറ്റി എന്ന് പറയുന്ന കാര്യം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമ്മുടെ ആ വജൈനയിൽ ഇജാക്കുലേഷൻ സംഭവിച്ച് കഴിയുമ്പോഴേക്കും ഇതിനകത്തേക്ക് സ്വിം ചെയ്ത് പോകണം, നീങ്ങി ഇതങ്ങോട്ട് പോകണം, അകത്തേക്ക് എത്തണം. അതിനെയാണ് ഈ മോട്ടിലിറ്റി എന്നുള്ളൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിങ്ങൾ കോക്കനട്ട് ഓയിൽ അവിടെ ലൂബ്രിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ മൂവ്മെൻറ്റിനെ, സെമൻ്റെ മൂവ്മെൻറ്റിനെ, അതിൻ്റെ മോട്ടിലിറ്റിയെ അഫക്റ്റ് ചെയ്യാനായിട്ട് ഇതിന് കോക്കനട്ട് ഓയിലിന് കാരണമാകുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സെമനെ മൂവ് ചെയ്യാനായിട്ട് പറ്റാതെ വരിക, എഗ്ഗിന് വെയിറ്റ് ചെയ്യാനായിട്ട് അത്രയും ദിവസം വരെ ശരീരത്തിൽ നിൽക്കാനായിട്ടുള്ള ഒരു എനർജിയും ഈ സെമന് കിട്ടാതെ വരികയും സെമൻ നശിച്ചു പോകുന്നതിനും ഇത് കാരണമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോക്കനട്ട് ഓയിൽ ഒരിക്കലും നിങ്ങൾ ലൂബ്രിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. രണ്ടാമതായിട്ട് ചെയ്യുന്ന തെറ്റ്, ഇതുപോലെ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നവർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്
നമ്മൾ സലൈവ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഉമിനീര്, പുരുഷൻ്റെ ഉമിനീരോ സ്ത്രീയുടെ ഉമിനീരോ നമ്മുടെ സലൈവ പ്രഗ്നൻസി നോക്കുന്ന സമയത്ത് കോണ്ടാക്ട് ചെയ്യുമ്പോഴേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെയും ചെയ്യാനായിട്ട് പാടില്ല. കാരണം ഈ സലൈവയ്ക്കും അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലും ഈ ഒരു മൂവ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് 100% നിങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല. പ്രഗ്നൻസി നോക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ചെയ്യാം, യാതൊരു പ്രശ്നവുമില്ല. പ്രഗ്നൻസി നോക്കുന്നവർ ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ വരുമ്പോഴേക്കും എങ്ങനെ നിങ്ങൾക്ക് ലൂബ്രിക്കേഷൻ ഉണ്ടാക്കാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നാച്ചുറലി നിങ്ങൾ സെർവിക്കൽ മ്യൂക്കസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ മാക്സിമം ഫോർപ്ലേ ചെയ്തിട്ട് പ്രോസസ്സ് തുടങ്ങാനായിട്ട് നോക്കുക. അങ്ങനെ വരുമ്പോഴേക്കും സ്ത്രീക്കും പുരുഷനും ഒരുപോലെ തന്നെ ഫോർപ്ലേ ഉണ്ടായി കഴിഞ്ഞാൽ സ്ത്രീയുടെ പല ശരീരഭാഗങ്ങളിൽ സ്റ്റിമുലേറ്റ് ആയി കഴിയുമ്പോൾ ഒരു പ്രോസസ്സ് അവിടെ എൻജോയബിൾ ആകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എഗ് വൈറ്റ് ടെക്സ്ചറിലുള്ള ഡിസ്ചാർജ് സ്ത്രീ ശരീരത്തിൽ നിന്നും പുറപ്പെടുവിക്കപ്പെടും. സെർവിക്കൽ മ്യൂക്കസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുകയോ വാട്ടറി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുകയോ ചെയ്യുക. അതുപോലെ തന്നെ ഗ്രാമ്പൂ വെള്ളം കുടിക്കുന്നതും സെർവിക്കൽ മ്യൂക്കസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും. ക്യാരറ്റ് കഴിക്കുന്നതും ഒക്കെ, ശതാവരി കഴിക്കുന്നത്, അതുപോലെ സ്വീറ്റ് പൊട്ടാറ്റോ കഴിക്കുന്നത്, ഇതെല്ലാം നിങ്ങളുടെ സെർവിക്കൽ മ്യൂക്കസിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. എന്നാൽ ഇതൊന്നും ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു സെർവിക്കൽ മ്യൂക്കസ് നിങ്ങൾക്ക് വരുന്നില്ലെങ്കിൽ കോൺസിവൽ എന്ന് പറയുന്നൊരു മെഡിസിൻ ഉണ്ട്. ഒരിക്കലും ഡയറക്റ്റ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ച് കഴിക്കാൻ ഇത് പറ്റില്ല കേട്ടോ. ഡോക്ടറെ കണ്ടിട്ട് സെർവിക്കൽ മ്യൂക്കസ് കുറവാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഈ ഒരു മെഡിസിൻ എടുക്കേണ്ടത്. ഡോക്ടേഴ്സ് ഈ ഒരു മെഡിസിൻ കൊടുത്തിട്ട് പ്രഗ്നൻ്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ ചാനലിൽ കോൺസിവൽ എന്ന് പറയുന്ന മെഡിസിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കുക. ആ മെഡിസിൻ ഉപയോഗിച്ചിട്ട് പ്രഗ്നൻ്റ് ആയി എന്നൊരു കുട്ടി പറഞ്ഞത് ഞാനവിടെ പിൻ ചെയ്തും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അത് ചെയ്തിട്ടും നിങ്ങൾക്ക് ഡിസ്ചാർജ് ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മാർക്കറ്റിൽ സ്പേം ഫ്രണ്ട്ലി ആയിട്ടുള്ള ലൂബ്രിക്കൻസ് ഉണ്ടാകും. അത് നിങ്ങൾ മേടിച്ച് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഡോക്ടറെ കാണുക. നിങ്ങൾക്ക് ഒട്ടും ലൂബ്രിക്കേഷൻ കിട്ടുന്നില്ലെന്നാണെങ്കിൽ അത് നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനോട് സംസാരിച്ച് നിങ്ങളുടെ ശരീരത്തിന് ആപ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല ലൂബ്രിക്കൻറ്റ്, സ്പേം ഫ്രണ്ട്ലി ലൂബ്രിക്കൻറ്റ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ആമസോണിലും ഫ്ലിപ്കാർട്ടുകളിലും അതുപോലെ തന്നെ മറ്റുള്ള മെഡിക്കൽ സ്റ്റോറുകളിലും ഒക്കെ നിങ്ങൾക്ക് ലൂബ്രിക്കൻസ് അവൈലബിൾ ആണ്. പക്ഷേ അങ്ങനെയുള്ള ഓരോ ലൂബ്രിക്കൻറ്റും നിങ്ങളുടെ ശരീരത്തിനോ അതുപോലെ സെമനോ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെ വരുമ്പോഴേക്കും സെമൻ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് തടയുന്നതിനും അതിൻ്റെ ലൈഫ് സ്പാൻ കുറയ്ക്കുന്നതിനും ഇത് കാരണമാണോ. ഹെൽത്തി ആയിട്ടുള്ള ഒരു പുരുഷൻ്റെ സെമൻ സ്ത്രീ ശരീരത്തിൽ കുറഞ്ഞത് 5 ദിവസം വരെയെങ്കിലും നിലനിൽക്കും. അതിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് കാരണമാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ മിസ്റ്റേക്കും നിങ്ങൾ ചെയ്യാതിരിക്കുക. പിന്നെ ഇത്രയാണ് എനിക്ക് വീഡിയോയിൽ സംസാരിക്കാനുള്ളത്. പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുമ്പോഴേക്കും ഫിസിക്കൽ കോണ്ടാക്ട്, സെക്സ്, അങ്ങനെയുള്ള വീഡിയോസിനെ പറ്റിയിട്ട്, ടോപ്പിക്സിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുമ്പോഴേക്കും ചാനലിൽ ഒരുപാട് ഞരമ്പന്മാർ വന്നിട്ട് ഭയങ്കര മോശമായിട്ടുള്ള, ഭയങ്കര വൾഗറായിട്ടുള്ള രീതിക്ക് കമൻറ്റ്സ് ഇടാറുണ്ട്. നമ്മുടെ പേര് മെൻഷൻ ചെയ്ത് നമ്മളെയാണിത് ചെയ്യുന്നത് എന്നുള്ള രീതിക്കാണ് അവന്മാർ കമൻ്റ് ഇടുന്നത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെയുള്ളവരുടെ കമൻറ്റ് കണ്ടു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും എടുത്ത് വായിക്കരുത്. നിങ്ങളുടെ ഒരു ദിവസമല്ല, ചിലപ്പോൾ ദിവസങ്ങൾ വരെ ഈ ഒരു കമൻറ്റ് ബാധിക്കാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള കമൻറ്റ്സ് കാണുകയാണെങ്കിൽ ആ കമൻറ്റ് എടുത്തിട്ട് മുഴുവൻ വായിക്കാതെ റിപ്പോർട്ട് അടിച്ച് ചാനൽ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.